Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ബ്രാൻഡഡ് സർജിക്കൽ ഉൽപ്പന്നങ്ങൾ ഇനി അവിസ്മരണീയമായ വിലക്കുറവിൽ അങ്കമാലിയിലും ലഭ്യമാകും. അങ്കമാലി സർജിക്കൽസിന്റെ പുതിയ സംരംഭം സർജിക്കൽ മെഡി മാർട്ട് താലൂക്ക് ആശുപത്രിക്ക് എതിർവശം പ്രവർത്തനം തുടങ്ങി. ഹോൾസെയിൽ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്കമാലി സർജിക്കൽസിൻ്റെ പുതിയ സംരംഭമായ അങ്കമാലി മെഡി മാർട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഓർത്തോപീഡിക്സ് പ്രൊഡക്റ്റ്, വീൽ ചെയർ, കോട്ട്, സാനിറ്ററി പാഡ്, ലൈഫ് കെയറിൻ്റെ ബി-ഫിറ്റ് എന്നീ പ്രൊഡക്റ്റുകളൊക്കെ, ഡയപ്പേഴ്സ്, പിന്നെ BP മോണിറ്റർ, നെബുലൈസർ. അങ്കമാലി TB ജംഗ്ഷനിൽ മെഡിക്കൽ ഉപകരണങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും മൊത്ത വിപണന രംഗത്ത് കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സംരംഭമാണ് അങ്കമാലി സർജിക്കൽസ്. 7ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സർജിക്കൽ മെഡി മാർട്ട് എന്ന പുതിയൊരു സംരംഭം കൂടി അങ്കമാലിക്ക് സമർപ്പിക്കുകയാണ് അങ്കമാലി സർജിക്കൽസ്. സാധാരണക്കാരുടെ ആതുര സേവന കേന്ദ്രമായ അങ്കമാലി താലൂക്ക് ആശുപത്രിക്ക് എതിർവശമാണ് സർജിക്കൽ മെഡി മാർട്ട് പ്രവർത്തിക്കുന്നത്. റോജി M. ജോൺ MLA പുതിയ സംരംഭം നാടിന് സമർപ്പിച്ചു. ഒരു യുവ സംരംഭകൻ എന്ന നിലയിൽ പ്രവീൺ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഇപ്പോൾ 7ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും ഇത് കൂടുതൽ വളർച്ച കൈവരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ചെറിയ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. ഇന്നിപ്പോൾ അങ്കമാലിയിൽ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ആളുകൾക്ക് വന്നു പോകാൻ സാധിക്കുന്ന തരത്തിൽ കൂടുതൽ വിപുലമായിട്ട് ഈ പ്രസ്ഥാനം ഇന്നിവിടെ വീണ്ടും തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഔട്ട്ലെറ്റും അതുപോലെ തന്നെ അവിടെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയ ഒരു ഔട്ട്ലെറ്റ് വിപുലമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രവീൺ ചെറുപ്പക്കാരനാണ്, ഞങ്ങളുടെയൊക്കെ അടുത്തൊരു സുഹൃത്താണ്, നല്ലൊരു സംരംഭകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവർക്കും ഇവിടെ ഉള്ള ആരോഗ്യപരമായിട്ടുള്ള നമ്മുടെ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും. ഇതെല്ലാവരും മേടിച്ച് എല്ലാവർക്കും അസുഖം ഉണ്ടാവട്ടെ എന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്, യാഥാർത്ഥ്യമാണ്. നമുക്ക് ഇതെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതും ആവശ്യമായി വരും. ചില സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടക്കുകയാണ് ഞാനിപ്പോഴും. അതുകൊണ്ട് ഞാനൊരു വീഴ്ച പറ്റി, അതുകൊണ്ട് ഇതൊക്കെ ചില സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഇത് വരാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമായി വരുന്നവർക്ക് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനമായി ഇത് മാറട്ടെ. എല്ലാവിധ ഐശ്വര്യവും പ്രവീണിനും ഈ സ്ഥാപനത്തിനും അതുപോലെ കുടുംബാംഗങ്ങൾക്കും എല്ലാം നേരുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചറിയിക്കണം. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷനായിരുന്നു. അങ്കമാലി സർജിക്കൽസ് അതിൻ്റെ 2ാമത്തെ സ്ഥാപനം വിപുലമായ രീതിയിൽ തുടങ്ങി നമ്മളെല്ലാവരെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. MLA നേരത്തെ സൂചിപ്പിച്ച പോലെ തികച്ചും അവശ്യ വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നതും വിൽക്കുന്നത്. ഇനി ആക്സിഡൻ്റ് ഒന്നും പറ്റിയില്ലെങ്കിലും പ്രായമാകുമ്പോൾ ഈ വീൽ ചെയറും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമായി വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യം കണ്ടറിഞ്ഞ് നല്ലൊരു സ്ഥാപനം തുടങ്ങാനും അതിനെ വിജയത്തിലേക്ക് എത്തിക്കുവാനും ഇത് കഴിഞ്ഞ ശ്രീ പ്രവീണിനെയും അതിന് പ്രവീണിനെല്ലാം സപ്പോർട്ടും കൊടുക്കുന്ന കുടുംബാംഗങ്ങളെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അങ്കമാലി സർജിക്കൽസിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാർക്കുന്നു. അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു.
നഗരസഭാ കൗൺസിലർ റീത്ത പോൾ, അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത്, അസോസിയേഷൻ ഭാരവാഹികളായ ഡെന്നി പോൾ, ജോബി ജോസ് ചിറക്കൽ, സർജിക്കൽ മെഡിമാർട്ട് മാനേജിംഗ് ഡയറക്ടർ പ്രവീൺ പവിത്രൻ, അങ്കമാലി സർജിക്കൽസ് കുടുംബാംഗങ്ങൾ, മറ്റ് അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എന്തായാലും പ്രവീൺ വളരെ നല്ലൊരു സംരംഭമാണ്. കാരണം ഇതിനു മുൻപും ഈ ഫീൽഡിൽ തന്നെ ഒട്ടേറെ അതായത് ആളുകൾക്ക് മിതമായ റേറ്റിൽ നമ്മളുടെ ഈ മെഡിക്കൽ സർജിക്കൽ ഉൽപ്പന്നങ്ങളൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമതൊരു ഷോപ്പ് കൂടി നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചത്. അപ്പോൾ ഇതുവഴി നമ്മുടെ നഗരസഭയും അതുപോലെ തന്നെ നമ്മുടെ വാർഡും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഇത് വളരെ ഉപകാരപ്രദമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്കറിയാം, ഈ പറയുന്ന പോലെ പ്രവീൺ കഴിഞ്ഞ 7 വർഷക്കാലമായി അങ്കമാലിയിൽ ഈ വ്യാപാര മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ്, കഴിവ് തെളിയിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നൂതന സംരംഭം കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് ഒരു ഷോറൂമായിട്ട് ഇത് മാറ്റുകയാണ്. അപ്പോൾ എല്ലാവിധ മംഗളങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ വളരുന്ന അങ്കമാലിക്ക്, മാറ്റങ്ങൾ വരുന്ന അങ്കമാലിക്ക് പുതിയ സ്ഥാപനങ്ങൾ ഇതുപോലെ ധാരാളമായി വരുന്നുണ്ട്. എല്ലാവരുടെയും പിന്തുണയോടുകൂടി സർവ്വ ഐശ്വര്യങ്ങളും ഈ സ്ഥാപനത്തിനും ഉണ്ടാകട്ടെ എന്ന് മാത്രം എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. ഞാനിവിടെ തറക്കല്ല് ഇടുന്നതിന് മുമ്പ് തന്നെ പ്രവീൺ എന്തായാലും ഒരു റൂം വേണമെന്ന് പറഞ്ഞു. വളരെ ചെറുപ്പക്കാരനായ ഒരു ഉത്സാഹി വന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി. പിന്നെ അതോടുകൂടി നിന്നില്ല, എനിക്ക് എങ്ങനെയായാലും ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ പ്രവീണിൻ്റെ ഇൻട്രസ്റ്റിലാണ് ഞാൻ ഈ ബിൽഡിംഗ് പണിയാൻ തന്നെ മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചത്. അതിനുശേഷം ഏകദേശം 1 വർഷമായി. 1 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ പ്രവീണിൻ്റെ വളർച്ചയെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടപാടുകളും ബാക്കിയുള്ളവരായിട്ടുള്ള റിലേഷൻഷിപ്പും ബിസിനസ് റിലേഷൻഷിപ്പ് എല്ലാം. അപ്പം ഞാനും ഒരു ബിസിനസ്സുകാരനാണ്. ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും വളരാൻ ആഗ്രഹിക്കുന്ന പ്രവീൺ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു വലിയൊരു മുതൽക്കൂട്ടാണെന്ന് വിചാരിച്ച് അങ്ങനെ അത് ആ ഒരു ടേംസിലും റിലേഷൻഷിപ്പിൽ വരാനിടയിൽ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും എസ്റ്റാബ്ലിഷ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കും. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിർധന രോഗിക്ക് ഹോസ്പിറ്റൽ കോട്ട് സൗജന്യമായി നൽകി. ഒരു ഹോസ്പിറ്റൽ കട്ടിലിൻ്റെ റേറ്റൊക്കെ ചോദിച്ച് ഒരാൾ വിളിച്ചായിരുന്നു. അപ്പോൾ തീരെ പാവപ്പെട്ട ആളാണ്, വീട്ടിലും സിസ്റ്ററും സുഖമില്ല, ആൾ ആക്സിഡൻ്റായിട്ട് കിടപ്പാണ്. അപ്പോൾ എത്ര റേറ്റ് എന്നൊക്കെ ചോദിച്ചു ചേട്ടൻ. അപ്പോൾ റേറ്റൊക്കെ ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ചേട്ടനോട് പറഞ്ഞു, നാളെ ആളെ കൊണ്ട് പോരെ, ഞാനിവിടെ കട്ടിൽ കൊടുക്കാം ചേട്ടന്, നമുക്ക് പൈസയൊന്നും വേണ്ട, സൗജന്യമായിട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ഗ്ലൂക്കോമീറ്റർ മെഷീനും സൗജന്യ ഷുഗർ, ബ്ലഡ് പ്രഷർ പരിശോധന ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ആരോഗ്യ സംരക്ഷണ ഉപകരണങ്ങൾ ഏവർക്കും താങ്ങാനാകുന്ന വിലയിൽ വീടുകൾക്കുള്ളിൽ തന്നെ സജ്ജീകരിക്കാനുള്ള സംവിധാനമാണ് സർജിക്കൽ മെഡിമാർട്ട് ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഡിജിറ്റൽ BP മോണിറ്റർ, ഗ്ലൂക്കോമീറ്റർ, നെബുലൈസർ, ബബിൾ ടൈപ്പ് എയർ ബെഡുകൾ, ഓക്സിജൻ കോൺസെൻട്രേറ്റർ, ഹോസ്പിറ്റൽ ബെഡ്, റീക്ലൈനിംഗ് ചെയർ ഉൾപ്പെടെയുള്ള വീൽചെയറുകൾ, സർജിക്കൽ ഉപകരണങ്ങൾ, ക്ലിനിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഉപകരണങ്ങൾ, ഓർത്തോപീഡിക് പ്രോഡക്റ്റുകൾ, ഹോസ്പിറ്റൽ ഫർണിച്ചറുകൾ, ആവി പിടിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീമറുകൾ, മൾട്ടി ഫംഗ്ഷൻ ഫേസ് സ്റ്റീമർ, ഗ്ലൗസുകൾ, ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ തുടങ്ങിയവയെല്ലാം സർജിക്കൽ മെഡിമാർട്ടിൽ ലഭ്യമാകും. ഹോസ്പിറ്റൽ ഫർണിച്ചറുകളാണ് നമുക്ക് വരുന്നത്. ഇത് ഇലക്ട്രിക് കോട്ടാണ്. ഇലക്ട്രിക് കോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷനോട് കൂടിയിട്ടുള്ളത്, ബാറ്ററി ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പം ആൾക്ക് കിടക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ ആൾക്ക് എഴുന്നേറ്റ് പോവേണ്ട, വേറെ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ ബാറ്ററി മുഖേന നമുക്കിത് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ആൾക്കുടെ സൗകര്യത്തിന് എന്താണോ വേണ്ടത് അതനുസരിച്ച് ചെയ്യാവുന്ന ഒരു കോട്ടാണ് ഇത്, ഇലക്ട്രിക് കോട്ട്. പിന്നെ വരുന്നത് നമുക്ക് വീൽ ചെയറുകളാണ്. വീൽ ചെയറിൽ തന്നെ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട്. ഇത് കമോഡ് വീൽ ചെയറാണ് വരുന്നത്. കമോഡിൽ തന്നെ വീലുള്ളതും വീലില്ലാത്ത വീൽ ചെയറും വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇലക്ട്രിക് വീൽ ചെയർ വരുന്നുണ്ട്. ഇത് ഇലക്ട്രിക് വീൽ ചെയറാണ്. ഇതിന് മാൻ പവർ ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും ഈ വീൽ ചെയറിൽ തന്നെയുണ്ട്. ആൾക്ക് ഇരുന്നു കൊണ്ട് തന്നെ എവിടേക്ക് പോകാനും വരാനും എല്ലാ കാര്യങ്ങൾക്കും ഉപകരിക്കുന്നതാണ് ഇലക്ട്രിക് വീൽ ചെയർ. പിന്നെ ഹോസ്പിറ്റലിൽ ആവശ്യമായ പേഷ്യൻസിന് ആവശ്യമായ സ്റ്റിക്ക്, വോക്കറുകൾ അതെല്ലാം അവൈലബിൾ ആണ് നമുക്ക്. പിന്നെ വരുന്ന പ്രൊഡക്റ്റ് മദർ ആൻഡ് ചൈൽഡ് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ഇത് ബ്രസ്റ്റ് പമ്പ് വരുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള
നിപ്പിൾ ബോട്ടിൽസ് വരുന്നുണ്ട്, അതിൻ്റെ തന്നെ വൈപ്സുകൾ വരുന്നുണ്ട്. പിന്നെ ബാക്കി ഹോം അപ്ലയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. BP മോണിറ്റർ, ഗ്ലൂക്കോമീറ്റർ, നെബുലൈസർ, ഇതൊക്കെ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം വരുന്ന ഐറ്റംസുകളെല്ലാം ഇവിടെ തന്നെയുണ്ട്. നെക്സ്റ്റ് വരുന്നത് ന്യൂമാമിൻ്റെ ഡയപ്പേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ടെഡിയുടെ ഡയപ്പറാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സാനിറ്ററി പാഡാണിത്. പിന്നെ വരുന്ന അഡൾട്ട് ഡയപ്പേഴ്സ് വരുന്നുണ്ട്. പല കമ്പനിയുടെയും അഡൾട്ട് ഡയപ്പേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അണ്ടർ പാഡ്, കിടപ്പു രോഗികൾക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ് അണ്ടർ പാഡ്. അത് 2 ടൈപ്പ് ഉണ്ട്. ഡൈന കമ്പനി എന്ന കമ്പനിയുടെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ന്യൂമാം പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ന്യൂമാം പ്രൊഡക്ട്സിൽ തന്നെ ഷേപ്പിംഗ് പാൻറ്റീസ്, സിസേറിയൻ പാൻറ്റി, പിന്നെ പാഡ്, അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. ജീവിതശൈലീ രോഗങ്ങളാലും മറ്റു ശാരീരിക പ്രശ്നങ്ങളാലും ദുരിതമനുഭവിക്കുന്നവർക്ക് ഹോം ഹെൽത്ത് കെയർ പ്രോഡക്റ്റുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ ലഭ്യമാക്കാനുള്ള സൗകര്യമാണ് സർജിക്കൽ മെഡിമാർട്ട് ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉൽപ്പന്നങ്ങൾക്ക് 5 മുതൽ 40% വരെ ഡിസ്കൗണ്ടും ലഭ്യമാകും. ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ രാത്രി 8:30 വരെ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുമെന്നും സംരംഭകർ അറിയിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.